മധ്യാഫ്രിക്കയിൽ അഭയം പ്രാപിച്ചു പോയ നമ്മുടെ ഇന്ത്യൻ നീഗ്രോ വർഗം വടക്ക് സഹാറ മരുഭൂമിക്കും തെക്ക് വൻകാടുകൾക്കും ഇടയിൽ പെട്ടുപോയി. ഈ ഇന്ത്യൻ നീഗ്രോ വർഗം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരെ തന്നെയാണ് ഈ ഇന്ത്യൻ നീഗ്രോ വർഗം എന്ന് വിളിക്കുന്നത്. ഈ ഇന്ത്യക്കാർ ഇവിടെ വന്നു പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1834 അടിമത്തം നിർത്തലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഇൻഡൻറ്റഡ് ലേബർ സിസ്റ്റം എന്നൊരു സംവിധാനം വന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ ആഫ്രിക്കയിലുള്ള പല കരിമ്പ് തോട്ടങ്ങളിലും റെയിൽവേയിലും ഒക്കെ പണിയെടുക്കാനായിട്ട് ആളുകളെ തിരയാതെ വന്നപ്പം ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഒരുപാട് ആളുകളെ ആഫ്രിക്കയിലേക്ക് കൊണ്ടുപോയി. ഏകദേശം 1.5 ദശലക്ഷം ഇന്ത്യക്കാരെയാണ് ഇങ്ങനെ കരാറുകളുടെ ഇതിൽ പെടുത്തിക്കൊണ്ട് ഇവിടുന്ന് ആൾക്കാരെ ഈ ബ്രിട്ടീഷുകാർ ആഫ്രിക്കയിലേക്ക് കൊണ്ടുപോയത്. ഇത് എന്ന് പറഞ്ഞാൽ ബീഹാർ, ഉത്തർപ്രദേശ്, തമിഴ്നാട് എന്നീ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളെയാണ് കൊണ്ടുവരുന്നത്. പിന്നെ വ്യാപാരികളും ഉണ്ടായിരുന്നു. വ്യാപാരികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്തിൽ നിന്നും സിന്ധിൽ നിന്നുമുള്ള വ്യാപാരികൾ വ്യാപാരത്തിന് വേണ്ടി ഇവിടെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ വന്ന് പെട്ട ഈ 1.5 ദശലക്ഷം ആളുകൾ അവരുടെ കാര്യമാണ് പറഞ്ഞത്. അവർ അവിടെ ഈ പ്രശ്നങ്ങൾ കാരണം ഇങ്ങനെ ഈ മധ്യ ആഫ്രിക്കയിലേക്ക് അവർക്ക് മാറേണ്ടി വന്നു എന്നാണ് എസ്.കെ. പൊറ്റക്കാട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. എസ്.കെ. പൊറ്റക്കാട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഈ കാപ്പിരികളെ പറ്റി പറഞ്ഞിരിക്കുന്നത് ആദ്യമായി മനുഷ്യൻ്റെയും പിന്നെ പ്രകൃതിയുടെയും മർദ്ദനമേറ്റും ഭയം കൊണ്ടും മരവിച്ചു പോയ ഒരു വിചിത്ര ജീവിതമാണ് ഈ കാപ്പിരിയിൽ നാം കാണുന്നത്. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതൊരു വിധത്തിൽ സത്യം തന്നെയാണ്. പല പല ഗോത്രങ്ങളുണ്ട്. ഇവർ ഗോത്രങ്ങൾ തിരിഞ്ഞ് യുദ്ധമുണ്ട്, പോരാത്തതിന് മൃഗങ്ങളുടെ ആക്രമണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അങ്ങനത്തെ ഒരു ജീവിതമായി മാറി. നാളെപ്പറ്റി യാതൊരു ചിന്താഗതിയും ഇല്ലാത്ത ആൾക്കാരാണ്. ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ആഫ്രിക്കയിൽ ഒരു ജോലിക്ക് ഒരു കാപ്പിരിയെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫാക്ടറിയിലാണെങ്കിൽ എവിടെ ആണെങ്കിലും ജോലിക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് ശമ്പളം മാത്രമല്ല പിന്നെ എന്തെങ്കിലും തിന്നാനോ കാര്യങ്ങളോ ഒക്കെ കൊടുക്കണം, അല്ലെ അതിനുള്ള കാശ് കൂടെ കൂടുതൽ കൊടുക്കണം. ഇങ്ങനൊരു നിയമമുണ്ട് അവരുടെ അവിടുത്തെ. അന്നത്തെ കാലത്തെ കാര്യമാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഫാക്ടറിയിൽ മറ്റോ കളവോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാപ്പിരിയെ നേരിട്ട് ശിക്ഷിക്കാൻ ഈ മുതലാളിക്ക് അധികാരമുണ്ട്. അങ്ങനെയും അവിടെ അന്നത്തെ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഏതെങ്കിലും ഒരു കളവ് കുറ്റത്തിന് ഇവരെ പിടിച്ചു കഴിഞ്ഞാൽ ഈ മാനേജർമാർ വന്നിട്ട് ഒരു 3 ചോദ്യം അങ്ങ് ചോദിക്കും. അതായത് ജയിലിൽ പോകണോ അതോ പിഴയടയ്ക്കണോ അതോ അടി വേണോ? കാപ്പിരികൾ എപ്പോഴും അടി വേണമെന്ന് തന്നെയാണ് പറയുന്നത്. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഇങ്ങനൊരു കാഴ്ച കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൽ. അതായത് ഈ നൈസലാൻഡ് എന്ന സ്ഥലം, നൈസലാൻഡ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മാൽവിയാണ്. അപ്പം അവിടെ ഒരു മധ്യവയസ്കൻ ഇതുപോലെ മോഷ്ടിച്ച് പിടിച്ചു. അപ്പോൾ അതിന് പിടിച്ചു കഴിഞ്ഞപ്പോൾ മാനേജർ ഈ മനുഷ്യനെ മേശപ്പുറത്ത് ഇങ്ങനെ കിടത്തിയിട്ട് കണ്ടാമൃഗത്തിൻ്റെ തോലുകൊണ്ട് ഉണ്ടാക്കിയ ചാട്ടവാറുകൊണ്ട് ഈ മനുഷ്യനെ അടിക്കുന്നത് ഇദ്ദേഹം നേരിട്ട് കണ്ടു എന്നാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ ഇവരെ തല്ലുന്നത് വെള്ളക്കാരാണ്. പല പല നിയമങ്ങളാണ് ഇവിടെ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ, അതായത് ഈ ഓരോ മുതിർന്ന കാപ്പിരിയും ഈ വെള്ളക്കാരന് ഓരോ കൊല്ലത്തിൽ 10 ഷില്ലിങ് വെച്ചിട്ട് ഓരോ ആളിന് നികുതി കൊടുക്കണം. വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അതേപോലെ തന്നെ ഈ സ്ഥലത്ത് രാത്രി ഒരു 8 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് ഈ കാപ്പിരികൾക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അത് വളരെ കുറ്റകരമായൊരു കാര്യമാണ്. പോരാത്തതിന് ഏതെങ്കിലും വെള്ളക്കാരി പെണ്ണിനെ ഇവർ വെള്ളക്കാരൻ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഇവരെ വധശിക്ഷയാണ് ഇവരെ വിധിക്കുന്നത്. ഇങ്ങനെ പല പല നിയമങ്ങളും ഇവർക്ക് ഉണ്ടായിരുന്നു.